കിഡ്നി ഡിസീസിൻ്റെ 4 പാർട്ട് വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇതിലത്തെ ആദ്യത്തെ പാർട്ട് കിഡ്നി ഡിസീസിൻ്റെ പല ടൈപ്പുകളും കാരണങ്ങളും പിന്നെ അതിൻ്റെ ഡയഗ്നോസിസും ആയിരുന്നു. എൻ്റെ 2ാമത്തെ പാർട്ടിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, സർജറി എന്നുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു. 3ാമത്തെ പാർട്ടിൽ നമ്മൾ കിഡ്നി ഡിസീസിൻ്റെ കൂടെ വരുന്ന മറ്റ് അസുഖങ്ങളും കിഡ്നി ഡിസീസ് കാരണം വരുന്ന കോംപ്ലിക്കേഷൻസും പിന്നെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി തിരുത്തിക്കൊണ്ട് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഈ 4ാം ഭാഗത്ത്, ദാറ്റ് ഈസ് സെക്ഷൻ 4ൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കിഡ്നി ഡിസീസിൻ്റെ കാര്യത്തിൽ. ആദ്യത്തെ ചോദ്യം, ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണവും അതും തമ്മിൽ എന്താണ് വ്യത്യാസം, പ്രത്യേകിച്ച് കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യത്തിൽ? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓരോരുത്തരും ചെയ്യുന്നത് അവരവർക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഐഡിയ വെച്ചിട്ടായിരിക്കും. അപ്പം അതിൽ ഒത്തിരി പരിമിതികളുണ്ടാവും. അപ്പം നമ്മൾ അതേസമയത്ത് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓരോ സാധാരണക്കാരന് അറിയാവുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പലപ്പോഴും നെറ്റിലും അല്ല സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ശരിയാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സെൽഫ് നോക്കുമ്പോൾ പല കോംപ്ലിക്കേഷനിൽ ചെന്ന് പോവാം. പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് അത്രയും അത് റിയലി ഒരു കിഡ്നി പ്രോബ്ലത്തിലേക്ക് വന്ന് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് വളരെ മെറ്റിക്കുലസ് ആയിട്ട് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അവർക്ക് ഏതാണ് ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള ഫുഡെന്ന് മനസ്സിലാക്കി, അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി, ഉണ്ടെങ്കിൽ അത് കളയാനായിട്ടും, അതുപോലെ ഒപ്റ്റിമലായിട്ടുള്ള എക്സസൈസ്. അപ്പം ഒപ്റ്റിമൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ കിട്ടുന്ന ഫുഡും അതേസമയത്ത് കാലറിയുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും ബോഡിയുടെ അനുസരിച്ച് അത് രോഗങ്ങളും അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിൽ വരുന്നത്. അപ്പം നമുക്ക് ഏകദേശം 57 ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ വാട്ടറും ഓക്സിജനും പിന്നെ 14 വൈറ്റമിൻസ്, 14 മിനറൽസ് അങ്ങനെയാണ്. അപ്പം ഇത് അങ്ങനെ എല്ലാത്തിൻ്റെയും പേരിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ട്, അതുപോലെ 250 ജോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ ജോയിൻറ്റ്സിനെയും എല്ലാം മസിൽസിനെയും ജോയിൻറ്റ്സിനെയും എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന, അതേസമയത്ത് ഒരു രോഗിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, ഒരു ജോയിൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള, ബോഡിക്കും ഒരു ഓർഗനും സ്ട്രെയിൻ ഉണ്ടാക്കാത്ത രീതിയിൽ അത് ചെയ്ത് നമ്മളുടെ ബോഡിയിൽ രക്തയോട്ടം കൂട്ടുക. അപ്പം നമുക്ക് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം വെറുതെ നമുക്ക് കൂടുകയില്ല, നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ ജനറൽ നമ്മളുടെ ഈ ആക്ടിവിറ്റീസിൽ കൂടെ നമ്മളുടെ ബോഡിയിൽ എല്ലാ ഓർഗനിലേക്കും കിഡ്നിയിലേക്കും, അല്ലാതെ നമുക്ക് ജീവിതശൈലി ക്രമീകരണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹോൾ ബോഡിയിലെ എല്ലാം നമ്മൾ അറൗണ്ട് 50 ട്രില്യൺ സെൽസ് ഉണ്ട്. ഇവർക്കെല്ലാവരെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കറക്ഷൻ ചെയ്ത് പിന്നെ ഒന്ന് ഫുഡ് ന്യൂട്രീഷൻ, 2 എക്സസൈസ്, തേർഡായിട്ടുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് കളയാൻ ഹെൽപ്പ് ചെയ്യുക, ഇനി പുതിയതായിട്ടൊന്നും ചെല്ലാതിരിക്കുക. നമ്മളിപ്പം ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നുകളാണ്. ഒരു കെട്ട് മരുന്നുണ്ടാവും പലർക്കും, 10-30 ഗുളികകളൊക്കെ ആയിരിക്കും ഒരു ദിവസം. ഇതെല്ലാം ടോക്സിനാണ്. ഒരു മരുന്ന് ശരിക്കും പറഞ്ഞാൽ ആ മരുന്ന് ഗുളികയിൽ ഇപ്പോൾ ഒരു പാരസിറ്റമോൾ ആണെങ്കിൽ ആ പാരസിറ്റമോൾ ഒരു ഗുളികയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു 10 മുതൽ 15 വരെ ഐറ്റംസ് വേറെയും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ആൻറ്റി ഫംഗൽ, അതിന് കോട്ടിങ്,
അങ്ങനെ കുറേ അതിന് ഒരു വർഷം അല്ല 2 വർഷമുള്ള ഷെൽഫ് ലൈഫ് വേണമല്ലോ. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വേറെ ടോക്സിൻസും കൂടെ കയറി വരുന്നുണ്ട്. മരുന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സും എല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പം അതാണ് അതിൽ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ മരുന്നുകളിൽ നിന്ന് കൂടി തന്നെ പേഷ്യൻറ്റിന് മോചനം നേടാനും ഒപ്പം തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കളറോ പ്രിസർവേറ്റീവ്സോ പോലെയുള്ള ടോക്സിനും കൂടി ഇല്ലെന്ന് ഉറപ്പാക്കാനും കൂടെയാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഈ ജീവിതശൈലി കറക്ഷൻ ചെയ്യുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ചെയ്യുമ്പോൾ ഈ കിഡ്നി കിഡ്നി ഡിസീസുള്ള ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ് ചെയ്യുക? ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി ഡിസീസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈവൻ 20-ആം വയസ്സ് മുതൽ അല്ല 15-ആം വയസ്സ് മുതൽ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇൻസുലിൻ. അവർ കരുതുന്നത് ടൈപ്പ് 1 ആണെന്നായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് അപ്പം ചെറുപ്രായത്തിൽ തുടങ്ങിയപ്പോൾ അവർ കരുതുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് കരുതിയിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പം അതിന് നമ്മൾ നോക്കുന്നത് ഇൻസുലിൻ ലെവൽ. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ ലെവൽ നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ C-പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ടൈപ്പ് 1 ആണോ, അതായത് നമ്മളുടെ ബോഡി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ, അതോ പാൻക്രിയാസ് ഫെയിൽ ചെയ്തിരിക്കുകയാണോ നമുക്കറിയാൻ പറ്റും. പാൻക്രിയാസ് ഫെയിൽ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പറ്റില്ല. പക്ഷെ ഒബേസിറ്റി അതിൻ്റെ കൂടെ ടൈപ്പ് 2 കൂടെ. അപ്പോൾ ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും പിന്നെ അതിൻ്റെ കൂടെ ഓവർ വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒന്നും ഷുഗറും കൺട്രോൾ ആയിരിക്കില്ല. അപ്പം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് പലരുടെയും നമ്മൾ ഈ മരുന്നെല്ലാം എടുക്കുന്നുണ്ടാവും, പക്ഷേ ഷുഗർ കൺട്രോൾ ഒട്ടും ഉണ്ടാവില്ല. ഇൻസുലിനൊക്കെ 4 നേരം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേഷ്യൻ്റ് കാണുമായിരുന്നു, അത് 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. HbA1c 11 ആണ്. ബ്ലഡ് ഷുഗർ നോക്കുന്നത് 300 സംതിങ് ആണ്. 4 ടൈംസ് ഇൻസുലിനും എടുക്കുന്നുണ്ട്. അത് രാത്രി 8 മണിക്കും കൂടെ ഒരു ഡോസ് കൂടി എടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ 300 ഷുഗർ നിൽക്കുന്നത്. അപ്പം അതാണ് പലപ്പോഴും ബ്ലഡ് ഷുഗർ നമ്മൾ ഈ മരുന്ന് ഈ ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പം സംഭവിക്കുന്നത് അതാണ്. പല പേഷ്യൻസിനും അറിയാം. പിന്നെ ചിലർ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈലും കൂടെ നോക്കുന്നവർക്ക് ചിലപ്പം കൺട്രോൾ കിട്ടിയെന്നിരിക്കും. ലൈഫ് സ്റ്റൈൽ നോക്കാതെ എന്ത് മരുന്നെടുത്താലും ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അതിന് റിസൾട്ട് കിട്ടുകയില്ല. അപ്പം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആണ്, ഏത് പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ പല പേഷ്യൻസിനും മൾട്ടിപ്പിൾ രോഗങ്ങളായിരിക്കും. മിക്കവാറും കിഡ്നി പേഷ്യൻ്റ് ഡയബറ്റീസ് ആണ്, ഹൈപ്പർ ടെൻഷൻ കാണും, കൊളസ്ട്രോൾ കാണും, ഹാർട്ട് പ്രോബ്ലംസ് കാണും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ആർത്രൈറ്റിസും കൂടെ കാണും. അപ്പോൾ ആർത്രൈറ്റിസ് അല്ല, പലപ്പോഴും മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മിക്കവാറും പേർക്ക് കാണും. അതിൻ്റെ കൂടെ ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെ കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം തൈറോയ്ഡ് കാണും. ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ മരുന്നുകളിൽ നിന്ന് മാറാനാണ്. അപ്പം ഡയബറ്റീസ് ടൈപ്പ് 2 ആണെങ്കിൽ എല്ലാം ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. അപ്പം പക്ഷെ നിർത്തിയിട്ട് വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ 4 നേരം ഷുഗർ നോക്കണം. വീട്ടിലിരുന്ന് നോക്കിയാൽ മതി, ഈവൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും ആവശ്യമില്ല. അപ്പം ഷുഗർ കൺട്രോൾ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ലോ കാലറി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് എടുക്കുന്നത്, കൺട്രോൾ ആകും. അതാണ് അതിൻ്റെ കണക്ക്. നെക്സ്റ്റ് BP-യുടെ മരുന്നുണ്ടെങ്കിൽ BP-യുടെ മരുന്ന് വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ട് ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പം BP താന്നു പോയെന്നിരിക്കും. ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പം നിർത്തിയില്ലെങ്കിൽ ഷുഗർ താന്നു പോകാം. ഷുഗർ ഇപ്പം 300-ൽ 400-ൽ വന്നാലും പേഷ്യൻ്റ് ഒന്നും പറ്റില്ല. പക്ഷേ ഷുഗർ 60-ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം പോയെന്നിരിക്കും. അത് ബ്രെയിൻ ഡെത്തിലേക്കും ഒക്കെ പോകാം, അറിയാമല്ലോ, ഹൈപ്പോഗ്ലൈസിമിക്ക് വരുന്ന പ്രോബ്ലംസ്. പിന്നെ അങ്ങനെ ഓരോ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് മിക്കവാറും 1 മാസത്തിനുള്ളിൽ എല്ലാ മരുന്ന് ഞാൻ 30 മരുന്ന് 10, 20, 30 ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ മന്ത് മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും, ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ. അപ്പോഴേക്കും തന്നെ കിഡ്നിയുടെ വർക്കിലോട് എത്ര കുറഞ്ഞു. ഈ മരുന്നൊന്നും ഇല്ലല്ലോ, ഇനി കിഡ്നിക്ക് ഭയങ്കര സമാധാനമായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. പിന്നെ റിപ്പയറിന് വേണ്ടിയിട്ട് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കും. ആ ന്യൂട്രീഷൻ എല്ലാം കറക്റ്റ് എത്തുന്നുണ്ടെന്ന് അറിയാൻ ഉറപ്പാക്കാനും കൂടെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതും അതും ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പം നമുക്ക് ആ എല്ലാ ന്യൂട്രീഷനും എല്ലായിടത്തും എത്തുന്നുണ്ട്. കാരണം സർക്കുലേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് വേണം. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പാറ്റേണിലാണ് ഈ എക്സസൈസ് വരുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഈവൻ റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻറ്റും നീരും കെട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ടൈപ്പ് എക്സസൈസ് ആയിരിക്കും.
പിന്നെ ടോക്സിൻസ്, നമ്മൾ കളറ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഫുഡാണ് കഴിയുന്നതും ഈ പെസ്റ്റിസൈഡ്സും ഒന്നും ഇല്ലാത്ത ഏറ്റവും ഇതായിട്ടുള്ള ഫുഡാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ, അത് ന്യൂട്രീഷനായിട്ടാണ് കൊടുക്കുന്നതെന്നും കൂടെ ഉറപ്പാക്കാനും കൂടെയാണ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കിഡ്നി റിപ്പയർ ചെയ്യുക, കിഡ്നിയുടെ വർക്ക് ലോഡ് കുറച്ച് കൊടുക്കുക, ഈ 2 കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് തന്നെ നല്ല റിസൾട്ട് വരാനും കാരണം അതാണ്. ഇപ്പം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള കിഡ്നി പേഷ്യൻസിനെ നമ്മൾ കാണുന്നത്? കിഡ്നി പേഷ്യൻസിനെല്ലാം തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത പേഷ്യൻ്റ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നിക്ക് അസുഖം വരുമ്പോൾ തന്നെ ഈ ഹോർമോണൽ മെക്കാനിസം ഒക്കെ, ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ റെനിൻ ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. അപ്പോൾ അതിനകത്ത് ആകെ തെറ്റും, അത് ഓവറായി പോകും. കാരണം കിഡ്നിയിലേക്കുള്ള സർക്കുലേഷൻ കുറയുമ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നമുണ്ട്. രക്തക്കൊഴലുകൾ പ്രോപ്പറായിട്ട് രക്തോട്ടം ഇല്ലെന്നാകുമ്പോൾ വരുമ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നം വരുന്നത്. അപ്പം നാച്ചുറലി റെനിൻ്റെ അളവ്, അതായത് നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ്റെ അളവ് കൂടും, അത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഈ പേഷ്യൻ്റ് കഴിക്കുന്നുണ്ടാവും. പ്രഷർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പ്രഷർ കുറയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ കുറയാനായിട്ട് മരുന്നെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പം സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ ഉള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ 3 ആയിട്ടുള്ള, അതായത് ക്രിയാറ്റിനിൻ 30 മുകളിലുള്ളവർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ 30 താഴെ സ്റ്റേജ് 4ഉം സ്റ്റേജ് 5ലേക്കൊക്കെ വന്നവർക്ക് ഈ നമ്മൾ കിഡ്നി പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂട്രീഷൻ കറക്റ്റായിട്ട് പറ്റാത്തവർ, പ്രത്യേകിച്ച് വാട്ടർ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരാം, പൊട്ടാസ്യത്തിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം, അതിൽ പ്രോട്ടീൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇതെല്ലാം റെസ്ട്രിക്ഷൻ വരുമ്പോഴേക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മളൊരു സ്റ്റേജ് 3ലേക്ക് എത്തിക്കാതെ, സ്റ്റേജ് 1 and 2 ആണെങ്കിൽ നമുക്ക് ഫുൾ റിക്കവറി മിക്കവാറും ഉള്ള പേഷ്യൻ്റ്, നമ്മൾ 3 ഫുൾ റിക്കവറി, അതായത് ഫുൾ റിക്കവറി എന്ന് പറഞ്ഞാൽ കിഡ്നി എല്ലാം നാച്ചുറലി ഇതിലേക്ക് വന്നിട്ടുണ്ടാകുന്നല്ല, ഒരു GFR 90ക്ക് മുകളിലേക്ക്. കാരണം GFR 90ക്ക് താഴുമ്പോഴേക്കും 3/4 ഓഫ് ദ റീനൽ ഫംഗ്ഷൻ പോയിട്ടുണ്ടാവും. അപ്പം ആ 3/4 റീനൽ ഫംഗ്ഷൻ ഏത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ധാരാളം മതി. അപ്പം അതിൽ എത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ കൂടുതൽ ഇതിലേക്ക് വന്നിട്ടുള്ളവർക്ക് അത്രയും പറ്റില്ല. പക്ഷേ ഈവൻ സ്റ്റേജ് 5, അതായത് ലെസ് ദാൻ 15 GFR വന്ന പേഷ്യൻസിന് പോലും മിക്കവാറും ഒരു വേണ്ടി വന്നാൽ തന്നെ ഒരു മരുന്ന് ഡെയിലിയോ ഓർ വൺസ് ഇൻ എ വൈൽ, അതായത് ചിലപ്പോൾ അവർക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ മാത്രമായിട്ട് ഒരു BP മരുന്ന് മാത്രം SOS ആയിട്ട്, അതാണ് നമ്മൾ പറയുന്നത്, ഒരാവശ്യം വരുമ്പോൾ മാത്രം എടുക്കുന്ന ഒരു നിലയിലേക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ആണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അത് പ്രോപ്പർ ആക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലർക്ക് പ്രഷർ നിൽക്കാം. പക്ഷേ പ്രഷർ ചിലരുടെ എന്താണെന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം കൂടെ കാണുന്നത്, മരുന്ന് കഴിച്ചാലും അവരുടെ പ്രഷർ കൺട്രോൾ ആയിരിക്കില്ല. 3-4 മരുന്നുണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരുന്നൊന്നും ഏതായാലും പ്രഷർ കൂടുതലാണ്, മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ഇല്ല. അപ്പം നമ്മൾ ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരും, അപ്പോഴും പ്രഷർ അങ്ങനെ നിൽക്കുകയായിരിക്കും. ഈ പ്രഷറിൻ്റെ മരുന്നെല്ലാം കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവസാനം ഈ പേഷ്യൻറ്റിൻ്റെ പ്രഷർ ശരിക്കും കുറയാൻ തുടങ്ങുന്നത്. അപ്പോൾ കിഡ്നി പേഷ്യൻറ്റിന് അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അപ്പം നമുക്ക് മരുന്ന് കുറയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും കാര്യമില്ല. അപ്പോൾ ഒരു മരുന്ന് കുറച്ചാലും പ്രഷർ അതുപോലെ തന്നെ ആയിരിക്കും. സെക്കൻഡ് മരുന്ന് കുറയ്ക്കുമ്പോഴും പ്രഷർ കുറച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടാകും, നോർമൽ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ എല്ലാം കുറച്ച് വന്നു കഴിയുമ്പോൾ ചിലപ്പം പ്രഷർ തന്നെ നോർമലാകും. പിന്നെ ഏതാണ് അവർക്ക് ഏറ്റവും പറ്റുമെന്ന് നോക്കി നമുക്ക് ചിലർക്ക് പ്രഷർ കിഡ്നിയുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ടെൻഷൻ കൊണ്ടായിരിക്കും പ്രഷർ വരുന്നത്. അപ്പോൾ അങ്ങനെ ടെൻഷനും പ്രഷറിനും കൂടെ പറ്റിയ മരുന്ന് അത് ഏതാണെന്ന് നോക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇതിൽ ചെയ്യുക. ശരിക്കും ഈ നമ്മൾ ഈ വയറസുഖങ്ങളും കിഡ്നിയായിട്ട് അങ്ങനെ സാധാരണ അങ്ങനെ കണക്ട് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഈ വയറസുഖം ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അത് 2 രീതിയിലും, കിഡ്നി ഡിസീസ് വൈറസുഖത്തെയും ബാധിക്കാം, വൈറസുഖങ്ങൾ കിഡ്നിയെയും ബാധിക്കാം എന്ന് കേൾക്കാറുണ്ട്. അതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് ഉള്ളവർ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. ആരും വെറുതെ കിഡ്നി ഡിസീസ് ആകുന്നില്ലല്ലോ. അതിൻ്റെ കൂടെ പ്രഷർ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും,
പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ പലരും ഈ ആസ്പിരിനൊക്കെ പോലെയുള്ളതും ഡയബറ്റീസിനുള്ള മെറ്റ്ഫോർമിൻ അതുപോലെയെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് തന്നെ അത് അൾസറുകൾ ഉണ്ടാക്കും, ഇൻറ്റസ്റ്റൈനിൽ അൾസറുകൾ ഉണ്ടാക്കാം. പിന്നെ പലർക്കും ഈ ഇൻഫ്ലമേറ്ററി ഈ പേഷ്യൻസിനെല്ലാം തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്ന, അതായത് ഈ വയറ് സംബന്ധമായ പ്രോബ്ലം വരുന്നത് എപ്പോഴാണ്? വയറിൽ എന്തെങ്കിലും അൾസറോ കുരുക്കളോ ഒക്കെ വരുമ്പോഴാണ്. അപ്പം അത് വരുമ്പോൾ എന്താ, ഈ ബ്ലഡിൽ നമ്മൾ അവിടെ കുരുക്കൾ, ഇപ്പം നമുക്കറിയാം സ്കിന്നിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ബാക്ടീരിയ ഉള്ളിൽ പോകുമല്ലോ. സ്കിന്നിനെ പോലെ അത്ര ക്ലീൻ അല്ലല്ലോ വയറിനുള്ളിലെ അവിടെ മുഴുവനും ബാക്ടീരിയാസ്. നമുക്കറിയാം വോമിറ്റസും ഛർദിലാണേലും ഇതും നമ്മൾ സ്റ്റൂളും ഒക്കെ മലമൊക്കെ നമ്മളൊരു അൺഹൈജീനിക് ആയിട്ടാണ്. അതിനൊക്കെ ഫുള്ളി ബാക്ടീരിയാസ്, നിറച്ച് ബാക്ടീരിയ ആയിരിക്കും. ഇതൊക്കെ നേരെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അത് നേരെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ടോക്സിൻസും ഒക്കെ ചെല്ലുന്നതിൻ്റെ ഇമ്പാക്റ്റും കിഡ്നിക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അൾസർ മറ്റേ ആസ്പിരിനും അതുപോലെയൊക്കെ എടുക്കുമ്പം അതിൻ്റെയൊക്കെ ഏറ്റവും മേജർ സൈഡ് ഇഫക്റ്റ് തന്നെ അൾസറാണല്ലോ. അപ്പോൾ അതിനകത്തോട് ഇതെല്ലാം കയറി പോകുന്നതും കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കും. പിന്നെ മറ്റ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസൊക്കെ പോലെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം, കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഏത് ഡിസീസ് ആണെങ്കിലും നമ്മൾ നോക്കുന്നത് ഈ ബോഡിയുടെ ഫുഡ് കറക്റ്റ് ചെയ്യുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക, ടോക്സിൻസ് കുറയ്ക്കുക, മരുന്നുകൾ കുറച്ചുകൊണ്ട് വരിക. മരുന്നുകളെല്ലാം ടോക്സിനായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം കിഡ്നിക്ക് വർക്ക് ലോഡ് കൂട്ടുക. ഇത് നമുക്ക് പോസിബിൾ ആകുന്നു എന്നുള്ളതാണ്. വളരെ ഇഫക്റ്റ് ഞാൻ പറഞ്ഞാൽ ഈവൻ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലും പേഷ്യൻസിന് ചിലർക്ക് വെരി ലോ ഡോസിൽ വല്ലതും എടുക്കേണ്ട വരാം. അല്ലെങ്കിൽ മിക്കവാറും അതിൻ്റെ മരുന്നുകൾ കുറച്ചുണ്ട്. കാരണം ഫുഡ് കറക്റ്റായി കഴിയുമ്പോൾ തന്നെ ആ ഈ പ്രോബ്ലംസ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കൂടുതലും കാണപ്പെടുന്നുണ്ട്, കൂടാതെ അത് ഐഡൻറ്റിഫൈയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളവർ പലർക്കും ഈ കിഡ്നിയും ഹെൽത്തും ഒക്കെ എഫക്റ്റഡ് ആണ്. അപ്പം ഈ കിഡ്നി ഹെൽത്തും കിഡ്നി ഡിസീസും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും തമ്മിൽ എന്താണ് കണക്ഷൻ? കിഡ്നിയെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കിഡ്നിക്ക് ഡയറക്റ്റ്ലി ബാധിക്കുന്നത് ഒന്ന് IgA നെഫ്രോപ്പതിയാണ്. അതാണ് ഒരു ക്രോണിക്. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഈ GFR ഒക്കെ നോക്കി അറിയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. മറ്റു രോഗമൊന്നും ഇല്ലാത്തവർ ഒരിക്കലും നമ്മൾ GFR ചെക്ക് ചെയ്തില്ലെങ്കിൽ അറിയില്ല കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞു വന്നു. അവസാനം എല്ലാം പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം നമ്മളങ്ങനെ കാണാറുണ്ട്. 30-40 ഒക്കെ വയസ്സുള്ളവർ ലാസ്റ്റ് എൻഡ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ ഡയാലിസിസും ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർ അറിയുന്നത്. ഇവൻ നീര് പോലും വരണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഈ IgA നെഫ്രോപ്പതി ഒക്കെ ഉണ്ടോ എന്ന് നേരത്തെ GFR കുറയുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ മൂത്രത്തിൽ എപ്പോഴും RBCs വല്ലതും കാണിക്കുന്നുണ്ടോ, മൂത്രത്തിൽ കൂടെ ബ്ലഡിൻ്റെ ചെറിയ അംശം RBCs യൂറിൻ റുട്ടീൻ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ കാണുക, അല്ലെ പസൽസ് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക എന്നുള്ളതാണ്. IgA നെഫ്രോപ്പതി ആണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇപ്പം സ്റ്റേജ് 2-ലുള്ളവരെ ആണെങ്കിൽ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാനും 3-ലുള്ളവരാണെങ്കിൽ തിരിച്ചു മുകളിലേക്ക് കൊണ്ടുവന്ന്, അപ്പോൾ അവർക്ക് അതും ഫുഡുമായിട്ടും കൂടെ റിലേഷനുണ്ട്. പലപ്പോഴും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് എല്ലാം ഫുഡുമായിട്ടും കൂടെ റിലേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാനും അവരുടെ ബോഡി കറക്റ്റ് ആക്കാനും ജെൻറ്റിലായിട്ടുള്ള എക്സസൈസ് ചെയ്ത് സർക്കുലേഷൻ കൂട്ടുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ടോക്സിൻസ് ആയിട്ടുള്ളത് ഒഴിവാക്കുക, അവരുടെ ബോഡിക്ക് ചേരാത്ത ഫുഡ് ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം അത് നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്ന് കുറച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് പിന്നെ അതിൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും നോക്കുന്നത്. അപ്പം അത് പേഷ്യൻ്റ് എത്ര കോപ്പറേറ്റീവായിട്ട്, എത്ര കറക്റ്റായിട്ട്, ഇൻ്റലിജൻ്റ് ആയിട്ട്, ഓപ്പറേഷനും വേണം, അവർക്കൊരു ഇൻ്റലിജൻസ് വേണം, അത് മനസ്സിലാക്കിയെടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാൻ പറ്റും. ഒട്ടും പ്രോഗ്രസ്, കാരണം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം എയറിൽ നിന്നുള്ള ടോക്സിനോ വെള്ളത്തിലെ ടോക്സിനോ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. കഴിക്കുന്ന ഫുഡിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പറ്റിയെന്നിരിക്കും. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ഇത് യൂഷ്വലി ഒരു ലെവൽ വരെ മുകളിലേക്ക് കൊണ്ടുവരാനും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. നെക്സ്റ്റ് ഉള്ളത് ഈ SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസാണ്. അത് യൂഷ്വലി തുടങ്ങുമ്പോൾ കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ 5-8-10 വർഷം കഴിയുമ്പോഴേക്കായിരിക്കും കിഡ്നി എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു പേഷ്യൻ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലേഡി
ഒരു ഏർലി 20s 20 വയസ്സും കണ്ടുള്ളപ്പം എസ്ലി കണ്ടുപിടിച്ച. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാൻ ഇത്രയും മരുന്ന് ഞാൻ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, 17 വർഷമായി എല്ലാം കൃത്യം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെ റിനൽ ഫെയിലിയർ വന്നതെന്ന്. അവരെൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവരുടെ ക്രിയാറ്റിന് ഒരു 7 or 8 ആ നിലയിലേക്ക് വന്നു. ഡയാലിസിസ് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അവർക്ക് ഡയാലിസിസ് ഒഴിവാക്കാനായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഈ പേഷ്യൻറ്റിനോട് തന്നെ ഇവരുടെ അമ്മ 2 വർഷമായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നോക്കാമെന്ന് പറയുന്ന അവരപ്പോഴൊന്നും വന്നില്ല. അവസാനം എന്തുകൊണ്ട് പെട്ടെന്ന് ക്രിയാറ്റിനും കൂടി 3, 4 അങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് 8ലേക്കോ 7ലേക്കോ പോയപ്പോൾ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് വരുന്നത്. അതും അമ്മ നിർബന്ധിച്ചിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട്. കാരണം ജനറലി ആൾക്കാർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും മരുന്ന് എടുത്തിട്ടുണ്ട് മാറാത്ത, ഇനി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ടാണ്, ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടാണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പം ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം 10-100 വർഷങ്ങളോളം ഒരു സെഞ്ചുറി ആയിട്ട് നമ്മൾ മോഡേൺ മെഡിസിൻ്റെ മരുന്നിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈവൻ നമ്മളുടെ പഴയ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ഹോമിയോ ഒക്കെ സംതിങ് അൺസയൻറ്റിഫിക് ആണെന്നുള്ള ചിന്ത വെച്ച് പോയിരുന്നൊരു കാലത്തിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയുന്നതെന്നുള്ള ഒരു തോന്നൽ ഒരു സൈഡ്. പിന്നെ രണ്ടാമത് നമുക്ക് നോക്കാനുള്ള മടി. പിന്നെ അവരുടെ അസുഖം തന്നെ അവരെ എല്ലാത്തിനും അകത്തുനിന്നും ഒരു അലൂഫാക്കുന്ന, ഒരു മടി ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ ആവാം. എനിവേ ഈ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർ എല്ലാത്തിനും, കാരണം ഈ 17 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ സമ്മതിക്കുകയില്ല. അവർ ഈ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാൽസ്യം ഒക്കെ ഭയങ്കര ലോയാണ്. അപ്പോൾ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് കാൽസ്യം കൂടെ ബൈൻഡ് ചെയ്യും. അത് നിർത്താൻ പറഞ്ഞാൽ പോലും അവരെ അത്ര മോട്ടിവേറ്റ് ചെയ്ത് വേണ്ടി വന്നു മരുന്നുകളൊക്കെ ഒന്ന് കുറച്ചുണ്ട്. കാരണം കാൽസ്യം ഒക്കെ കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരാം. കാൽസ്യം ഒക്കെ തീരെ ലോ ആയി, സോഡിയം കുറവാണ്, പക്ഷെ സോൾട്ട് ഇച്ചിരി കൂടെ കൂട്ടിക്കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പേഷ്യൻ്റ് വില്ലിങ് ആകുന്നില്ല. കാരണം അവരുടെ ബ്രെയിൻ വാഷ്ഡാണ്. ഈ ഓരോ വർഷങ്ങളായിട്ട് അവരോട് സോഡിയം എടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ സോഡിയം 21-28 ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത് മതി അവർ ഒരു ഹാർട്ട് അറ്റാക്കിലേക്കും മറ്റു പ്രോബ്ലത്തിലേക്കും പോകാനായിട്ട്. അപ്പം ഇങ്ങനെ പൊട്ടാസ്യം കൂടുതലുമാണ്, സോഡിയം ലോയുമാണ്. അപ്പം ഈ പേഷ്യൻ്റെയൊക്കെ നമ്മൾ ആക്ച്വലി ഇവർ ക്രിയാറ്റിനൊക്കെ കുറഞ്ഞ് ഇപ്പോൾ അറൗണ്ട് ഒരു 4.5 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല അവർ ആർത്രൈറ്റിസിന് ജെസലിയാണല്ലോ, ആർത്രൈറ്റിസിന് ഈ HCQവും കുറേ ഇമ്യൂണോസപ്രസൻസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഈ മരുന്നുകളെല്ലാം വിതിൻ എ മന്ത് അവരുടെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടുവന്ന് നിർത്തി. അവർ ഒത്തിരി ഒബേസിറ്റി ഉണ്ടായിരുന്നു, 60 സംതിങ് ഉണ്ടായിരുന്നു. അവർക്ക് ഐഡിയലി വേണ്ടത് ഒരു അറൗണ്ട് 40. ഇപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും ലോ നോർമൽ BP വെയിറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അവർ ഒരു 45ലേക്കൊക്കെ എത്തിച്ചു. ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു മരുന്നും ഇല്ല. സിംറ്റം ഫ്രീ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കാം. അല്ലെങ്കിൽ ഭയങ്കര സിക്കാണ്, ഒന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയായിരുന്നു. എല്ലാം മാറി സ്റ്റേബിളായിട്ട് കിഡ്നി ഫങ്ഷൻ, പക്ഷെ ഫുള്ളി തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കുഴപ്പമൊന്നും കാണും, കാരണം അവരൊരു NRI ആണ്. അവർക്ക് അതുകൊണ്ട് ഫോളോ അപ്പ് നമ്മളിവിടെ നോക്കുന്ന പോലെ തന്നെ അത്ര കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല, എന്നാലും റീസണബിളി നോക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ NRIs ഒക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും പോകുമല്ലോ, അപ്പോൾ നമുക്ക് ആ ഫോളോ അപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതാണ് ഒരു പ്രോബ്ലം. ഇപ്പം ഈ സോഡിയത്തിൻ്റെ കാര്യവും പൊട്ടാഷ്യത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ശരിക്കും ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ കോമൺ ആയിട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസിൻ്റെ കാര്യത്തിൽ ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷന് എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാനായിട്ടുള്ളത്? നമ്മൾ ഈ കിഡ്നി പേഷ്യൻസിൽ കാണുന്ന പലർക്കും സോഡിയം ലോ ആയിരിക്കും, പൊട്ടാസ്യം അത് എൻഡ് സ്റ്റേജ് എത്തുമ്പോൾ. തുടക്കത്തിൽ ശരിക്കും അവരുടെ സോഡിയം കുറയുമായിരിക്കും ചെയ്യുന്നത്, കാരണം ഡയറ്റിലും സോഡിയം കുറയ്ക്കാൻ പറയും. BP ഉണ്ട്. ഈ BPക്ക് കഴിക്കുന്ന മരുന്നുകളെല്ലാം സോഡിയം പുറത്തേക്ക് കളയിപ്പിക്കാനും പൊട്ടാസ്യം റീറ്റെയിൻ ചെയ്യാനുമാണ് നോക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അതായത് നമ്മളുടെ ജനറ്റിക്കലി നമ്മളുടെ കിഡ്നി പൊട്ടാസ്യം പുറത്തേക്ക് കളയും, സോഡിയം റീറ്റെയിൻ ചെയ്യും. കാരണം നമുക്ക് ഈ മലമുകളിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഉപ്പ് കിട്ടാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും മിനിമം ഉപ്പിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഓർക്കണം, സോൾട്ട് റുപ്പീസിന് ഒരു
പണത്തിന് തുല്യമായിട്ട് ഈവൻ ശമ്പളം കൊടുത്തിരുന്നത് ഉപ്പ് വെച്ചായിരുന്നു. അത്രയ്ക്ക് വാല്യൂ ഉള്ള ഒരു സാധനമായിരുന്നു. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഉപ്പുണ്ടെങ്കിലും ഉപ്പ് വാസ് സച്ച് ഗോൾഡിനേക്കാളും വിലയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഉപ്പിനെ നമ്മൾ സംരക്ഷിക്കാൻ അത് നമുക്ക് നാച്ചുറൽ ഇതുണ്ട്. ഉപ്പ് പുറത്തേക്ക് കളയാതിരിക്കാനും പൊട്ടാസ്യം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇപ്പം പച്ചക്കറികളിലും പഴങ്ങളിലും എല്ലാം ഉണ്ട്. അതാണ് കിഡ്നിയുടെ ഒരു നേച്ചർ. അപ്പം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്ന പ്രഷറിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം സോഡിയത്തിനെ പുറത്തേക്ക് കളയാനാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം സോഡിയം റിട്ടൻഷൻ അത് തന്നെ കിഡ്നിക്ക് ദോഷം വരുത്തി സോഡിയം കുറഞ്ഞു പോകും. അതുപോലെ പൊട്ടാസ്യം കൂടാനും തുടങ്ങുന്നു. അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അത് മറ്റു മരുന്നുകൾ പ്രഷറിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. മരുന്നുകളെല്ലാം കുറച്ച് വന്ന് സോഡിയം നോർമൽ എത്തിക്കണം, പൊട്ടാസ്യം നോർമൽ എത്തിക്കണം, പൊട്ടാസ്യം കൂടുന്നത് കുറയ്ക്കണം, സോഡിയം കുറഞ്ഞിരിക്കുന്നത് നോർമലാക്കണം, എല്ലാം നോർമലാക്കി കൊണ്ടുവരണം. അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ കിഡ്നി ഡിസീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്രോഗ്രാമിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് നമുക്ക് മരുന്നോ ഓപ്പറേഷനോ ഒന്നും കൊണ്ട് മാറ്റാൻ പറ്റില്ല. ബേസിക്കലി ഈവൻ സ്റ്റോണൊക്കെ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ റീനൽ സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ അതിന് സ്റ്റോൺ വരാൻ എന്താണ് കാരണം എന്ന് കണ്ടെത്തി അത് മാറ്റാൻ നോക്കണം. പിന്നെ IgA നെഫ്രോപ്പതി ആണെങ്കിലും SLE ആണെങ്കിലും ഒബേസിറ്റി ആണെങ്കിലും ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. ഇപ്പം മിക്കവാറും കിഡ്നി പേഷ്യൻസിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഹാർട്ടും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാവും, എല്ലാം മരുന്നും ഉണ്ടാവും. നമ്മൾ മരുന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഡയാലിസിസിലെത്തും, പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റിലെത്തും. അതാണ്. പക്ഷെ നമ്മൾ എത്ര ഏർലി ആയിട്ട് കണ്ടെത്തുകയാണെങ്കിൽ, ഈ അസുഖം നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ലെവൽ അതിൻ്റെ കിഡ്നി റിപ്പയർ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ പറഞ്ഞു തരുന്ന നമ്മളിപ്പോൾ എന്താണ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിക്ക് എന്താണ് ഐഡിയൽ ഫുഡ്, എന്താണ് ഐഡിയൽ എക്സസൈസ്, ഇതെല്ലാം മനസ്സിലായി അത് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ആ കിഡ്നി ഫങ്ഷൻ ഏത് ലെവലിലുണ്ടോ അതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നമ്മളൊരു നമ്മളുടെ ആ ലൈഫ് ടൈമിൽ ഒരു റീനൽ ഫെയിലിയറിൽ ഇല്ലാതെ കൊണ്ടുപോകാം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജ് 1 or 2 വന്നു കഴിഞ്ഞാൽ ഈവൻ 3 പോലും റീനൽ ഫെയിലിയർ കൊണ്ട് മരിക്കാത്ത നിലയിലെത്താം. അൺലെസ് പിന്നെ അവർ വല്ലോ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് വല്ലോ മരുന്നുകളൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് അങ്ങനെ എടുക്കേണ്ട വന്നാൽ ചിലപ്പോൾ ഇതിലേക്ക് പോകാം. പിന്നെ കിഡ്നി ഫങ്ഷൻ ഈവൻ GFR 90 താഴെ എത്തിയവർ കഴിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യമില്ലാതെ ഒരു മരുന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡയാലിസിസും ഒന്നും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അത്ര കംഫർട്ടബിൾ അല്ല. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും. ഈവൻ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ പോലും നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, ഇൻഫെക്ഷൻ വരാം, ക്യാൻസർ വരാം. അപ്പോൾ അവിടെയും നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുകയായിരിക്കും ചെയ്യുക. ഇതോടുകൂടി നമ്മളുടെ ഈ 4ാമത്തെ സെഗ്മെന്റ് അവസാനിക്കുകയായി. ഇനി 4ാമത്തെ സെഗ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നതിന് ഒരു വലിയ പങ്കുണ്ട്. പേഷ്യൻസ് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. നന്ദി, നമസ്കാരം.